കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്ത SMBS റിപ്പയറിംഗ് വീഡിയോയിൽ കേടായ ഒരു ഡ്യുവൽ ഡയോഡ് മാറ്റി ആ SMBS റെഡിയാക്കിയത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതൊരു ഡയോഡല്ല, മോസ്ഫെറ്റ് ആണെന്നും ട്രാൻസിസ്റ്റർ ആണെന്നും ഒക്കെ ചിലർ കമൻറ്റ് ചെയ്തിരുന്നു. ഇത്തരം ഡയോഡുകളെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇതാണ് ആ ഡയോഡ്. ഇതൊരു ഡ്യുവൽ ഡയോഡ് ഷോർട്ട് കീ റെക്ടിഫയർ ആണ്. എന്നാൽ അതേ ആകൃതിയിലും വലുപ്പത്തിലുമുള്ള ഒരു മോസ്ഫെറ്റ് നമുക്കിവിടെ കാണാം. കണ്ടാൽ ഒരു മോസ്ഫെറ്റിനെ പോലെയോ ട്രാൻസിസ്റ്ററിനെ പോലെയോ ഒക്കെ തോന്നിക്കുന്ന ഇത്തരം ഡയോഡുകൾ സാധാരണയായി SMBSകൾ, ഇതുപോലുള്ള DC to DC കൺവെർട്ടർ എന്നിങ്ങനെയുള്ള സർക്യൂട്ടുകളിലൊക്കെ ഹൈ ഫ്രീക്വൻസി പവർ റെക്ടിഫയറുകളായി ഉപയോഗിക്കുന്നു. മറ്റ് ഡയോഡുകളെ അപേക്ഷിച്ച് വോൾട്ടേജ് ഡ്രോപ്പ് കുറവ്, ഫാസ്റ്റ് സ്വിച്ചിങ് എന്നീ കഴിവുകളുള്ള ഇത്തരം ഡയോഡുകളെ ഷോർട്ട് കീ ഡയോഡ് അല്ലെങ്കിൽ ഷോർട്ട് കീ റെക്ടിഫയർ എന്ന് അറിയപ്പെടുന്നു. സാധാരണ ഡയോഡുകളെ പോലെ തന്നെ സിംഗിൾ ഷോർട്ട് കീ ഡയോഡുകളും ഡ്യുവൽ ഡയോഡ് റെക്ടിഫയറുകളുമുണ്ട്. ഉപകരണങ്ങളുടെ PCBയിൽ ഡയോഡിൻ്റെ സ്ഥാനത്ത് D എന്നും ട്രാൻസിസ്റ്ററുകളുടെയും മോസ്ഫെറ്റുകളുടെയും സ്ഥാനത്ത് Q എന്നുമുള്ള ഇംഗ്ലീഷ് ലെറ്ററുകൾ അടയാളപ്പെടുത്തിയിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഡയോഡിൻ്റെ സ്ഥാനത്ത് D എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ മോസ്ഫെറ്റിൻ്റെ സ്ഥാനത്ത് Q എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് PCBയിൽ ഇതൊരു ഡയോഡാണോ മോസ്ഫെറ്റ് ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. ചില ഡ്യുവൽ റെക്ടിഫയറുകളിൽ 2 ഡയോഡുകളുടെ സിമ്പൽ ഉണ്ടായിരിക്കും. MBR 20 CT എന്ന നമ്പറിലുള്ള ഒരു ഡ്യുവൽ ഡയോഡ് റെക്ടിഫയർ ആണിത്. ഇതിൽ 2 ഡയോഡുകളെ ഒറ്റ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്തെയും മൂന്നാമത്തെയും പിന്നുകൾ ഓരോ ഡയോഡുകളുടെ ആനോഡുകളാണ്. 2 ഡയോഡുകളുടെയും കാഥോഡുകൾ തമ്മിൽ ഷോർട്ട് ചെയ്ത് രണ്ടാമത്തെ പിന്നുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഇത്തരം ഡയോഡുകൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ഡയോഡ് മോഡ് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഈ ഡയോഡിന്റെ രണ്ടാമത്തെ പിന്നിൽ മീറ്ററിന്റെ ബ്ലാക്ക് പ്രോബ് കണക്ട് ചെയ്തു വെച്ചുകൊണ്ട് ഒന്നാമത്തെ പിന്നിൽ റെഡ് പ്രോബിനെ കണക്ട് ചെയ്യുക. ഈ സമയത്ത് മീറ്ററിൽ റീഡിംഗ് കാണിക്കണം. ബ്ലാക്ക് പ്രോബിനെ അവിടെ തന്നെ വെച്ചുകൊണ്ട് റെഡ് പ്രോബിനെ എടുത്ത് മൂന്നാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുക. ഈ സമയത്തും റീഡിംഗ് കാണിക്കണം. അതിനുശേഷം ഇതിനെ നേരെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതായത് റെഡ് പ്രോബിനെ എടുത്ത് നടുവിലുള്ള പിന്നിൽ വെക്കുക. ബ്ലാക്ക് പ്രോബിനെ ഒന്നാമത്തെ പിന്നിലും അവിടെ നിന്ന് മാറി മൂന്നാമത്തെ പിന്നിലും കണക്ട് ചെയ്യുമ്പോൾ അല്പം പോലും റീഡിംഗ് കാണിക്കാൻ പാടില്ല. ഈ ഡയോഡ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം. ബ്ലാക്ക് പ്രോബ് നടുവിലുള്ള പിന്നിൽ, അതായത് രണ്ടാമത്തെ പിന്നിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡ് പ്രോബിനെ ഒന്നാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ മീറ്ററിൽ റീഡിംഗ് കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് പ്രോബിനെ അവിടെ തന്നെ വെച്ചുകൊണ്ട് റെഡ് പ്രോബിനെ മൂന്നാമത്തെ പിന്നിൽ കണക്ട് ചെയ്യാം. ഇപ്പോഴും റീഡിംഗ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ ടെസ്റ്റ് ചെയ്യാം. അതായത് റെഡ് പ്രോബിനെ നടുവിലുള്ള പിന്നിൽ കണക്ട് ചെയ്യാം. ബ്ലാക്ക് പ്രോബിനെ ഒന്നാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുമ്പോൾ അല്പം പോലും റീഡിംഗ് കാണിക്കുന്നില്ല. ബ്ലാക്ക് പ്രോബിനെ അവിടെ നിന്ന് മാറി മൂന്നാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുമ്പോഴും അല്പം പോലും റീഡിംഗ് കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡയോഡ് ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചില SMBSകളുടെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലുമൊക്കെ ഒരേ ആകൃതിയിലും വലുപ്പത്തിലുമുള്ള ഡയോഡുകൾ കാണാം. ഇൻപുട്ടിലുള്ളത് ലോ ഫ്രീക്വൻസി റെക്ടിഫയർ ഡയോഡുകളും ഔട്ട്പുട്ടിലുള്ളത് ഹൈ ഫ്രീക്വൻസി ഷോർട്ട് കീ ഡയോഡുകളുമാണ്. റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തരം ഡയോഡുകൾ പരസ്പരം മാറിപ്പോകാൻ പാടില്ല. ഇലക്ട്രോണിക്സിൽ നല്ല താല്പര്യമുണ്ടായിട്ടും പലവിധ സാഹചര്യങ്ങളാൽ പഠിക്കാൻ സാധിക്കാത്തവർക്ക് നിങ്ങളുടെ ഒഴിവു സമയത്ത് ഗൂഗിൾ മീറ്റ് വഴിയുള്ള ലൈവ് ക്ലാസ്സുകളിലൂടെ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സ് പഠിക്കാം. നിങ്ങളുടെ പ്രായമോ ജോലിയോ തടസ്സമല്ല. ഇന്ത്യയിലും വിദേശത്തും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും റിട്ടയർ ആയവർക്കും പഠിക്കാം. നമ്മുടെ 26ാമത്തെ ബാച്ച് ഉടൻ ആരംഭിക്കുകയാണ്. കോഴ്സിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ ഹായ് എന്ന് അയയ്ക്കുക.